ഹായ്, ഞങ്ങൾ ഇന്ന് എറണാകുളം ജില്ലയിലെ ക്യൂൻസ്വേയിൽ പോവാണ് കേട്ടോ. ഞങ്ങൾ സന്ധ്യ ആയപ്പോഴാണ് അവിടെ എത്തിയത് കേട്ടോ. കുഞ്ഞ് പതിവ് പോലെ ബൈക്കിലിരുന്ന് ഉറങ്ങിപ്പോയി. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞിട്ടാണ് കുഞ്ഞ് എണീറ്റത്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണുമായിരുന്നു. അപ്പോൾ ഇതാണ് ക്യൂൻസ്വേ. വൈകുന്നേരങ്ങളിലൊക്കെ നടക്കാനും ഇരിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. ഇതിന് ന്യൂ മറൈൻ ഡ്രൈവ് എന്നുകൂടെ പറയാറുണ്ട് കേട്ടോ. കാരണം പഴയ മറൈൻ ഡ്രൈവിൻ്റെ അതേ മാതൃകയിലാണ് ഇത് പണിതിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ ക്യൂൻസ്വേ എന്നുള്ള പേരിടുന്നതിന് മുന്നേ ഇവിടെയുള്ള ആളുകളൊക്കെ ന്യൂ മറൈൻ ഡ്രൈവ് എന്ന് വിളിച്ചു തുടങ്ങി. അങ്ങനെ ന്യൂ മറൈൻ ഡ്രൈവ് എന്നും ഇത് അറിയപ്പെടാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങളെപ്പോഴും ന്യൂ മറൈൻ ഡ്രൈവ് എന്നാണ് പറയുന്നത് കേട്ടോ. ഞങ്ങളിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു ചേച്ചി കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കളിപ്പാട്ടങ്ങളൊക്കെ നോക്കി കുഞ്ഞിന് ഇഷ്ടപ്പെട്ടൊരു കളിപ്പാട്ടം മേടിച്ച് അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്ന് നടന്ന് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാ. രേഷ്മ കളിപ്പാട്ടത്തിൻ്റെ കവറ് പൊട്ടിച്ച് കൊടുക്കണമെന്ന് നോക്കി ആകാംക്ഷയോടെ ഇരിക്കേണ്ടതാണ് കേട്ടോ. കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞിന് ഭയങ്കര സന്തോഷമാണ് കുറേ നേരത്തേക്ക്. പിന്നെ അതും നോക്കി അങ്ങനെ ഇരിപ്പാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വീണ്ടും അവിടെ ഇരുന്ന് അതിനുശേഷം റോഡ് ക്രോസ് ചെയ്ത് നേരെ ഇപ്പുറ സൈഡിലേക്ക് പോന്നു. ഇതാണ് ന്യൂ മറൈൻ ഡ്രൈവിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെയാണ് കടകളൊക്കെ ഉള്ളത്. ഈ സൈഡിൽ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കുറേ കടകളുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചായയും സ്നാക്സൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി പാലാരിവട്ടം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ വണ്ടിയുടെ ചെയിൻ പൊട്ടിപ്പോയി. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. വണ്ടി കൺട്രോളിലായിരുന്നുകൊണ്ടൊന്നും പറ്റിയില്ല. സേഫായിട്ട് തന്നെ നിർത്തി. രാത്രി ആയതുകൊണ്ട് വർക്ക്ഷോപ്പൊക്കെ അടച്ചിരുന്ന്. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഒരു കടയുടെ സൈഡിൽ പൂട്ടി വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങ് നടന്ന് ആ പാലാരിവട്ടം ഓവർ ബ്രിഡ്ജാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് അങ്ങനെ ബസ് സ്റ്റോപ്പ് എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് വന്ന്. പിന്നത്തെ യാത്ര ബസ്സിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തി. ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് വീട്ടിലോട്ട് നടക്കാനുണ്ട്. അങ്ങനെ മെല്ലെ നടന്ന് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മറക്കണ്ട കേട്ടോ.